പഠനത്തിനായി ISROയുടെ പ്രഥമ ദൗത്യം ആദിത്യ L1 വിക്ഷേപണത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. 11:50 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് അതിൻ്റെ രണ്ടാം വിക്ഷേപണ തറയിൽ നിന്നാണ് ആദിത്യ കുതിച്ചുയരുക. PSLV C-57 റോക്കറ്റാണ് ആദിത്യയെ വഹിക്കുന്നത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ അൻസില റേച്ചൽ സണ്ണി വിവരങ്ങളുമായി ചേരുകയാണ്. അൻസില, അതായത് ഈ ചാന്ദ്ര ദൗത്യത്തിൻ്റെ വിജയത്തിന് ശേഷം നാം സൂര്യനെ പഠിക്കാനായി പോവുകയാണ്, സൂര്യനെ തേടി പോവുകയാണ്. അതിൻ്റെ ഓർബിറ്റുകളിലേക്ക് ഈ ലക്ഷ്യം എത്തിക്കഴിഞ്ഞാൽ വളരെ വലിയൊരു നേട്ടമായിരിക്കും. ശാസ്ത്ര ലോകത്തിന് ഒന്നാകെ ഇന്ത്യ നൽകുക. എപ്പോഴാണ് ഇത് കുതിച്ചുയരുക? എന്തൊക്കെയാണ്? കൗണ്ട് ഡൗൺ ഇന്നലെ തന്നെ തുടങ്ങിയിരുന്നു. അജംഷാദ് പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ത്യ ഈ സൗര ദൗത്യത്തെ നോക്കിക്കാണുന്നത്. നമുക്കറിയാം, ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യം വിജയകരമായതിന് 10 ദിവസം പോലും പിന്നിട്ടിട്ടില്ല. അതിന് തൊട്ട് മുൻപാണ് ഇന്ത്യ ഇത്തരത്തിലുള്ളൊരു സൗര ദൗത്യവുമായി പുറപ്പെടുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ത്യ ഈ പ്രഥമ സൂര്യ പഠന ദൗത്യത്തെ നോക്കിക്കാണുന്നത്. ഇന്ന് 11:50 ഇതിൻ്റെ വിക്ഷേപണം നടക്കുക. ശ്രീഹരിക്കോട്ടയിലെ 2ാം നമ്പർ ലോഞ്ച് പാഡിൽ നിന്നാണ് ഇതിന്റെ വിക്ഷേപണം നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. PSLV C-57 ആണ് ഈ വിക്ഷേപണ വാഹനം. ഇന്ത്യൻ ബഹിരാകാശ പരിവേഷണത്തിലെ ഏറ്റവും വിശ്വാസമുള്ളതും കരുത്തുള്ളതുമായ വാഹനമാണ് ഈ PSLV. അതിന് തന്നെ C-57 ആണ് ഈ വിക്ഷേപണ വാഹനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ PSLV C-57ന്റെ പ്രത്യേകതകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 44 മീറ്റർ ഉയരവും 2.8 മീറ്റർ വ്യാസവും അതോടൊപ്പം തന്നെ 320 ടൺ ഭാരവുമാണ് ഈ വാഹനത്തിലുള്ളത്. അതോടൊപ്പം തന്നെ 4 എൻജിൻ സ്റ്റേജുകളാണ് പ്രധാനമായും ഈ PSLV C-57ലുള്ളത്. ഇനി നമ്മൾ ഈ ദൗത്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ മുതലാണ് ഇതിൻ്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇന്നലെ ഉച്ചയ്ക്ക് 12:10 23 മണിക്കൂർ 40 മിനിറ്റ് നീളുന്ന ഈ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഏകദേശം 1 മണിക്കൂറിനടുത്ത് മാത്രമേ ഉള്ളൂ ഈ വിക്ഷേപണ വാഹനം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഉയരാൻ. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള 1ാം ലഗ്രാഞ്ച് പോയിന്റിലേക്കാണ് ഈ പേടകത്തെ അയക്കുന്നത്. L1 ചുറ്റുമുള്ള ഹാലോ ഓർബിറ്ററിൽ പേടകത്തെ സ്ഥാപിക്കുകയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിന് പ്രധാനമായും സൂര്യൻ്റെ കൊറോണയെ പറ്റിയും കാന്തിക മണ്ഡലത്തെ പറ്റിയും അതോടൊപ്പം തന്നെ സൂര്യ സ്ഫോടനങ്ങളെ പറ്റിയും കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് ഈ ആദിത്യയുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സൂര്യനെ പഠിക്കാനുള്ള ഈ ആദിത്യ L1 എന്ന് പറയുന്നത് ഇസ്രോയുടെ മറ്റ് ദൗത്യങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ്. കാരണം ഇസ്രോയ്ക്ക് അപ്പുറമുള്ള ശാസ്ത്ര സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം മുതൽ അതോടൊപ്പം തന്നെ ഇത് വിക്ഷേപിക്കുന്ന സ്ഥലം വരെ ഇതിൻ്റെ വൈവിധ്യങ്ങൾ നീളുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ആദ്യത്തെ ദൗത്യവുമാണ് ആദിത്യ എന്നത്. അതോടൊപ്പം തന്നെ ഈ യാത്ര സൂര്യനെ കുറിച്ച് പഠിക്കാനാണെങ്കിലും ഇത് സൂര്യനിലേക്ക് നേരിട്ട് ചെല്ലത്തില്ല. പകരം സൗരയൂഥത്തിന്റെ ഊർജ്ജ കേന്ദ്രത്തെ ഒരു തടസ്സവും കൂടാതെ നിരീക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇത് വിക്ഷേപിക്കുക. ആ സ്ഥലമാണ് ഇപ്പോൾ വിക്ഷേപിക്കാൻ പോകുന്ന ഈ ദൗത്യം. എത്ര ദിവസം കൊണ്ട് എത്ര കിലോമീറ്ററുകളാണ് പോകേണ്ടി വരിക എന്നുള്ളത് ഒരു പ്രധാന കാര്യമല്ലേ അൻസില? ഒപ്പം ഈ സൂര്യനിലേക്ക് എത്താനാകില്ല, കാരണം അത്രയേറെ വലിയ ചൂടാണ്. അപ്പോൾ സ്വാഭാവികമായും സൂര്യനും ഭൂമിക്കും ഇടയിലുള്ള ഒരു സ്പേസ് ആകും ഇതിൻ്റെ ഓർബിറ്റായി കണ്ടെത്തുക. അങ്ങനെ ആ ഓർബിറ്റിലൂടെ സഞ്ചരിച്ചാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ രശ്മികളിൽ നിന്ന് പഠിക്കാനാകുന്നത്? ശാസ്ത്രലോകം നൽകുന്ന അത്തരം വിവരങ്ങൾ കൂടി ഒന്ന് നൽകിയാൽ അൻസില. തീർച്ചയായും ഷാദെ, ഏകദേശം 15 ലക്ഷം കിലോമീറ്റർ ആണ് ഇത് വിക്ഷേപിക്കാൻ പോകുന്ന ദൂരപരിധി എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആദിത്യ ദൗത്യം വ്യത്യസ്തമാകുന്നത് ഇതിൻ്റെ ദൂരം അതോടൊപ്പം തന്നെ ഇത് വിക്ഷേപിക്കുന്ന സ്ഥലം എന്നിവ കൊണ്ടാണ്. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ലാഗ്രാഞ്ചിയൻ പോയിന്റ് 1 അതിലെ ഹാലോ ഭ്രമണപഥത്തിലേക്കാണ് ഇപ്പോൾ ഈ ആദിത്യയെ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത്. പ്രധാനമായി ഈ 1500 കിലോ ഭാരമാണ് ഈ ആദിത്യ L1 ഉണ്ടാകുക. ഏകദേശം 127 ദിവസം സഞ്ചരിച്ചായിരിക്കും ഈ ആദിത്യ L1 ഈ ഭ്രമണപഥത്തിൽ എത്തിച്ചേരുക എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏകദേശം 5 വർഷവും 2 മാസവും നീണ്ടു നിൽക്കുന്ന ഒരു വളരെയധികം കാലം എടുക്കുന്ന ഒരു ദൗത്യമാണിത്. ഇതെല്ലാം കൊണ്ട് തന്നെ
നമുക്കറിയാം ചാന്ദ്രയാൻ ദൗത്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ആദിത്യ L1 ദൗത്യം എന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 378 കോടി രൂപയാണ് ആദിത്യ L1നായിട്ട് ഇപ്പോൾ ISRO ചെലവഴിച്ചിരിക്കുന്നത്. പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൂര്യന്റെ ചൂടുള്ള ബാഹ്യ അന്തരീക്ഷമായ കൊറോണ, അതോടൊപ്പം തന്നെ ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ എന്നീ പാളികളെ നിരീക്ഷിക്കാനായിട്ട് ഏകദേശം 7 പേലോഡുകളാണ് ഈ ആദിത്യ L1ൽ ഘടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സൂര്യനിലേക്ക് ഈ പേടകത്തിന് നേരിട്ടെത്തി പഠിക്കാൻ സാധിക്കില്ല. കാരണം സൂര്യന്റെ ചൂട് താങ്ങാനായിട്ട് ഈ പേടകങ്ങൾക്ക് കഴിയില്ല. അതിനാൽ തന്നെ ഈ സൂര്യനും ഭൂമിക്കും ഇടയിലുള്ള ഒന്നാം ലഗ്രാഞ്ച് പോയിന്റിൽ വെച്ചാണ് ഈ പേടകം, അവിടെ വെച്ചുകൊണ്ടായിരിക്കും ഈ പേടകം ഈ സൂര്യനെ കുറിച്ച് പഠിക്കുക. ഈ ആദിത്യ L1 വിക്ഷേപിക്കുന്നതിലൂടെ സൂര്യവികിരണങ്ങളെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ നമുക്ക് ലഭിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. അജിംഷാദ്. തീർച്ചയായും അൻസിലയാണ് സൗരപഠനത്തിൻ്റെ വിവരങ്ങളെ സംബന്ധിച്ച ISROയുടെ ഏറ്റവും ആദ്യത്തെ ഒരു ദൗത്യം. സൗരപഠനവുമായി ബന്ധപ്പെട്ടുള്ള ദൗത്യമാണ്, നിർണായകമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുതകൾ